വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം. പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ, മറ്റുൽപ്പന്നങ്ങൾ, ക്ലീനിംഗ് ഐറ്റംസ്, പണിയായുധങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ, ചെയറുകൾ, കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ. ചോറോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടത്തി. കുരിയാടി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഈയൊരു വർഷം സർക്കാർ നിർദ്ദേശിച്ചത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ പൊതുവായ നിർദ്ദേശം. നമുക്കറിയാം, നമ്മുടെ ഓരോ വാർഡുകളിലും സർവേ നടത്തിക്കൊണ്ട് ദരിദ്രരെ കണ്ടെത്തിയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ 4 ഗ്രാമപഞ്ചായത്തും കൂടെ 250-ൽ താഴെയുള്ള അതിദരിദ്രരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചോറോട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 36ഓളം പേരെ കണ്ടെത്തി. അതിലിപ്പോഴ് 32 അതിദരിദ്രരാണ് ഉൾപ്പെട്ടത്. അങ്ങനെ ആകുമ്പോൾ ചോറോട് ഗ്രാമപഞ്ചായത്ത് പദ്ധതി രൂപീകരിക്കുമ്പോൾ ആ അതിദരിദ്രരുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിയണം. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനും അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെട്ടുകൊണ്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാൻ വേണ്ടി കഴിയണം. വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി ചെയർമാൻ K മധുസൂദൻ പദ്ധതികൾ വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ C നാരായണൻ മാസ്റ്റർ, ശ്യാമള പൂവേരി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക CP, KK റിനീഷ് കുമാർ, VP അബൂബക്കർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KM വാസു എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി ഇൻചാർജ് അനീഷ് കുമാർ നന്ദി പറഞ്ഞു. മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ്. കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം.